ഹരി ഓം. ഞാൻ ചാന്ദിനി, സംസ്കൃത ഭാഷാ സഹായിയുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ 1000 വരെ കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ചല്ലേ, 1000 വരെ. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ളതാണ് ഇന്ന് തുടങ്ങുന്നത്. ഇതിൽ 1000 എന്ന് പറയുന്നത് 1000 നിന്ന് 1100 വരെ ഏകദേശം ഒരുപോലെ തന്നെ പോകുന്നത്. അത് കഴിഞ്ഞിട്ടാണ് കുറച്ച് ഡിഫറൻസ് വരുന്നത്. അപ്പോൾ അതുവരെ നിങ്ങൾക്ക് പ്രശ്നം കാണില്ല, നോക്കിക്കോളൂ. അപ്പോൾ ആദ്യം നമുക്ക് നോക്കാം. 1000 എന്ത് പറയുമെന്ന് പറഞ്ഞു? സഹസ്രം അല്ലേ, സഹസ്രം. അപ്പം 1001 എന്ന് പറയുമ്പോൾ ആദ്യം എന്താണ്? 1 ആണ് അല്ലേ, ഏക. പിന്നെ ഇപ്പുറത്തൊന്നും ഒന്നുമില്ല അല്ലേ, പിന്നെ 1000 സ്ഥലത്തേ ഉള്ളൂ. അപ്പോൾ ഏക അധിക, പിന്നെ ഡിജിറ്റൊന്നും ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഇത് നോക്കണം. ഇതാണ് സഹസ്രം. അപ്പോൾ ഏകാധിക സഹസ്രം, ഏക പ്ലസ് അധിക സഹസ്രം, ഏകാധിക സഹസ്രം. പിന്നെ 1002 ആകുമ്പോൾ ദ്വയധിക സഹസ്രം, 1003 ത്രയധിക സഹസ്രം, 1004 ചതുരധിക സഹസ്രം, 1005 പഞ്ചാധിക സഹസ്രം, 1006 ഷഡധിക സഹസ്രം, 1007 സപ്താധിക സഹസ്രം, 1008 അഷ്ടാധിക സഹസ്രം, 1009 നവാധിക സഹസ്രം, 1010 ദശാധിക സഹസ്രം. പിന്നെ 1011 വന്നപ്പോൾ 11 എന്താണ്? ഏകാദശാധിക സഹസ്രം. അപ്പോൾ 1012 ആണെങ്കിലോ ദ്വാദശാധിക സഹസ്രം, 1013 ആണെങ്കിലോ ത്രയോദശാധിക സഹസ്രം, 1014 ആണെങ്കിലോ ചതുർദശാധിക സഹസ്രം, 1015 പഞ്ചദശാധിക സഹസ്രം, 1016 ഷോഡശയാണ്, ഷോഡശാധിക സഹസ്രം, 1017 സപ്തദശാധിക സഹസ്രം, 1018 അഷ്ടാദശാധിക സഹസ്രം, 1019 നവദശാധിക സഹസ്രം. അപ്പോൾ 1020 അറിയാം, വിംശതിയാണെന്നല്ലേ. അപ്പം വിംശത്യധിക സഹസ്രം, 1021 ആകുമ്പോൾ ഏകവിംശത്യധിക സഹസ്രം, ദ്വാവിംശത്യധിക സഹസ്രം, ത്രയോവിംശത്യധിക സഹസ്രം, ചതുർവിംശത്യധിക സഹസ്രം, പഞ്ചവിംശത്യധിക സഹസ്രം, ഷഡ്വിംശത്യധിക സഹസ്രം, സപ്തവിംശത്യധിക സഹസ്രം, അഷ്ടാവിംശത്യധിക സഹസ്രം, നവവിംശത്യധിക സഹസ്രം കഴിഞ്ഞിട്ട് 1030 ആയി. ത്രിംശത് പ്ലസ് അധികമാണ്, ത്രിംശദധിക സഹസ്രം, ത്രിംശദധിക സഹസ്രം. അപ്പോൾ 1031 ഏകത്രിംശത്തധിക സഹസ്രം, ദ്വാത്രിംശത്തധിക സഹസ്രം, ത്രയസ്ത്രിംശത്തധിക സഹസ്രം, ചതുസ്ത്രിംശത്തധിക സഹസ്രം, പഞ്ചത്രിംശത്തധിക സഹസ്രം, ഷഡ്ത്രിംശത്തധിക സഹസ്രം, സപ്തത്രിംശത്തധിക സഹസ്രം, അഷ്ടത്രിംശത്തധിക സഹസ്രം, നവത്രിംശത്തധിക സഹസ്രം, ചത്വാരിംശദധിക സഹസ്രം, 1040 ചത്വാരിംശദധിക സഹസ്രം. പിന്നെ ഏകചത്വാരിംശദധിക സഹസ്രം, ദ്വാചത്വാരിംശദധിക സഹസ്രം, ത്രയചത്വാരിംശദധിക സഹസ്രം, ചതുർചത്വാരിംശദധിക സഹസ്രം, പഞ്ചചത്വാരിംശദധിക സഹസ്രം, ഷഡ്ചത്വാരിംശദധിക സഹസ്രം, സപ്തചത്വാരിംശദധിക സഹസ്രം, അഷ്ടചത്വാരിംശദധിക സഹസ്രം, നവചത്വാരിംശദധിക സഹസ്രം. പിന്നെ പഞ്ചാശത്തല്ലേ, അപ്പോൾ 50 സഹസ്രം. ഇതുപോലെ ഇങ്ങനെ പറഞ്ഞാൽ അപ്പോൾ എല്ലാം ഇങ്ങനെ ഞാൻ പറയണമെന്നില്ല, ഇതെല്ലാം ഒരുപോലെ തന്നെ വരുന്നത്. അപ്പം 50 സഹസ്രം, 50 പ്ലസ് അധിക സഹസ്രം, 50 സഹസ്രം. പിന്നെ അങ്ങനെ വരും. അത് കഴിഞ്ഞിട്ട് 1060 ആകുമ്പോൾ ഷഷ്ടി അധിക സഹസ്രം, ഷഷ്ട്യധിക സഹസ്രം. പിന്നെ 1070 ആണെങ്കിലോ സപ്തതിയാണ് 70, സപ്തത്യധിക സഹസ്രം, സപ്തത്യധിക സഹസ്രം. 1080 ആണെങ്കിലോ അശീതിയാണ് 80, അശീത്യധിക സഹസ്രം. 1090 നവത്യധിക സഹസ്രം, നവത്യധിക സഹസ്രം. എപ്പോഴും വരുന്ന മാറ്റം വരുന്ന ഇവിടെ 1096 വരുമ്പോൾ മാറ്റമല്ലേ, ഷണ്ണവധിയാവും. എല്ലാ വരുന്നത് അങ്ങനെയാണ്. അപ്പോൾ 1096 ഷണ്ണവത്യധിക സഹസ്രം, ഷഡ് നവതി അധിക സഹസ്രം ചേർത്ത് പറയുമ്പോൾ ഷണ്ണവത്യധിക സഹസ്രം. ഇനി
1100 ഇങ്ങനെ വരും, 1100. അപ്പോൾ ആദ്യം 100 എന്നുള്ളത് നൂറിന് എന്താണ് ശതം അല്ല. അപ്പോൾ എത്ര ശതം? ഏക. അപ്പോൾ ഏകശതം. ഇനി അതൊരു പുതിയ വാക്കാണ്, ഏകശതോത്തര സഹസ്രം. അപ്പോൾ ഏകശതോത്തര സഹസ്രം. മറ്റൊന്നെല്ലാം വ്യത്യാസമായില്ലേ, ഇനി വരുന്നുണ്ട് വ്യത്യാസം. അപ്പോൾ ഏകശതോത്തര സഹസ്രം. അപ്പോൾ 1101 എന്ത് പറയും? ആദ്യം 1 ഏക, അപ്പോൾ പിന്നെ അധികം. അപ്പോൾ ഏകാധിക, പിന്നെ ഒന്ന് ശതമല്ലേ വരുന്നത്, ശതം. ഏകാധിക ശതോത്തരം, ശതോത്തര സഹസ്രം. ഏകാധിക ശതോത്തര സഹസ്രം. ഏകാധിക ശതോത്തര സഹസ്രം. അപ്പോൾ അതുപോലെ 1102 ആകുമല്ലോ, ദ്വയധിക ശതോത്തര സഹസ്രം. ദ്വയധിക ശതോത്തര സഹസ്രം. 1103 ത്രയധിക ശതോത്തര സഹസ്രം. ത്രയധിക ശതോത്തര സഹസ്രം. 1104 ആണെങ്കിലോ ചതുരധിക ശതോത്തര സഹസ്രം. ചതുരധിക ശതോത്തര സഹസ്രം. 1105 ആണെങ്കിലോ പഞ്ചാധിക ശതോത്തര സഹസ്രം. പഞ്ചാധിക ശതോത്തര സഹസ്രം. 1106 ഷഡധിക ശതോത്തര സഹസ്രം. ഷഡധിക ശതോത്തര സഹസ്രം. 1107 സപ്താധിക ശതോത്തര സഹസ്രം. സപ്താധിക ശതോത്തര സഹസ്രം. 1108 അഷ്ടാധിക ശതോത്തര സഹസ്രം. അഷ്ടാധിക ശതോത്തര സഹസ്രം. അപ്പോൾ ഇത് 1109 വരുന്നു. 9 എന്ന് പറയുമ്പോൾ നവാധിക ശതോത്തര സഹസ്രം. നവാധിക ശതോത്തര സഹസ്രം. പിന്നെ 1110 എന്ന് പറയുമ്പോൾ ദശാധിക ശതോത്തര സഹസ്രം. ദശാധിക ശതോത്തര സഹസ്രം. ഈ രീതിയിലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് തന്നെ എഴുതി നോക്കാം. അടുത്ത ദിവസം ഞാൻ ക്ലാസ്സിൽ വരുന്നതിന് മുമ്പ് നിങ്ങൾ എഴുതി നോക്കാം അടുത്ത് എങ്ങനെയാണ് വരുന്നതെന്ന്. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ഈ 101 മുതൽ 1000 വരെ ഹൈസ്കൂൾ ക്ലാസ്സിൽ മാത്രമല്ല, അത് കഴിഞ്ഞിട്ട് 1000 എബവ് 1000 എന്ന് പറയുമ്പോഴത്തേക്ക് ജനറൽ ക്വസ്റ്റ്യൻസ്, അതുപോലെ പിന്നെ സ്കോളർഷിപ്പിന് വരുന്ന ക്വസ്റ്റ്യനൊക്കെ ആയിട്ടാണ് അങ്ങനെ വരുന്നത്. അപ്പോൾ അത് നിങ്ങൾ തന്നെ, ഞാൻ ഇടയ്ക്ക് കുറേ ഗ്യാപ്പ് തന്നില്ലേ, ഇടയ്ക്കുള്ള കുറേ നമ്പേഴ്സ്, അത് നിങ്ങൾ തന്നെ ഒന്ന് എഴുതി നോക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ പൂർണ്ണമാക്കുന്നു. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.